നമുക്കിതിനെ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അതിനെ ആദ്യം കട്ട് ചെയ്തെടുക്കണേ. നമുക്കിതിനെ കട്ട് ചെയ്യാം. ഇത് രാത്രിയിലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് വെട്ടി നുറുക്കണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. ഞാൻ പുറത്ത് കൊണ്ടുവച്ചിട്ട് ഇതൊക്കെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ. അപ്പോൾ കത്തിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ട് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ അത് വെട്ടി നുറുക്കിയെടുക്കാൻ. എന്നിട്ട് നന്നായി കഴുകിയെടുത്തു. പിന്നെ ഇതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പ്, കറിവേപ്പില കേട്ടോ. പച്ചക്കുരുമുളകാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഉണക്കി വെച്ച കുരുമുളകുള്ളൂ. പിന്നെ അത് നന്നായി നാരങ്ങ നീരിൽ അരച്ചെടുത്തു കേട്ടോ. ഒരു നാരങ്ങയുടെ നീരാട്ടാ ഒഴിച്ചത്. നിങ്ങൾക്കത് പുളിക്കനുസരിച്ച് ആവശ്യമുള്ള അത്ര ഒഴിക്കാവേ. പിന്നെ ഞാനത് മീനിൽ നന്നായി പുരട്ടി കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും നന്നായി തേച്ച് പിടിപ്പിച്ച് ഉള്ളിലൊക്കെ ആവണ വിധം നന്നായി തേച്ച് പിടിപ്പിക്കണേ. പിന്നെ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ല. എന്നിട്ടത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ അത് നല്ല കളർ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. കുരുമുളക് അരച്ചതായതുകൊണ്ട് നല്ല എരിവുണ്ടാവും, പക്ഷെ കളർ അത്ര ഉണ്ടാവില്ല, ഭംഗി കുറവായിരിക്കും കേട്ടോ. അങ്ങനെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനത് വറുത്തെടുത്തു കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് വറുത്ത് കൊടുക്കണേ. കാരണം മസാല നല്ല ഗ്രേവി ഉള്ളതുകൊണ്ട് അടുക്കി പിടിച്ച് കരിയാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഇത് നന്നായി മൊരിയിച്ച് വറുത്ത് വരുമ്പോൾ നല്ല അൽഫാമിൻ്റെ നിറമാണ് കേട്ടോ ഉണ്ടാവുക. ഇവിടെ പിള്ളേർ ഇതിനെ അൽഫാം മീൻ എന്നാണ് പറയുക കേട്ടോ. ഒരു കിണ്ണം ചോറുണ്ണാൻ ഈ മീൻ വറുത്തത് മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ മീൻ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. മത്തിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.